എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഖാദി ബോർഡ് LDC എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു റിവിഷൻ ടെസ്റ്റാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഖാദി ബോർഡ് LDC സ്റ്റേജ് 3 പ്രിലിംസിൻ്റെ ആദ്യത്തെ 15 ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1. ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. ഇദ്ദേഹം ഒരു കഥകളി ആചാര്യനാണ്. ഈ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ഒരു കഥകളി ആചാര്യനാണ്. ഇദ്ദേഹം 2021 മാർച്ച് 15 അന്തരിച്ചത്. അപ്പോൾ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ഒരു കഥകളി ആചാര്യനാണ്. ഇദ്ദേഹം അന്തരിച്ചത് 2021 മാർച്ച് 15 ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ജീവിതരസങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 2. കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കരുടെ പ്രധാന കൃതികളാണ് പറങ്കി പടയാളികൾ, കേരള സിംഹം, രണ്ടു ചൈനകൾ. സർദാർ KM പണിക്കരുടെ പ്രധാനപ്പെട്ട കൃതികളാണ് പറങ്കി പടയാളികൾ, കേരള സിംഹം, രണ്ടു ചൈനകൾ. ഇതിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേരള സിംഹം ആരുടേതാണെന്ന്. അല്ലെങ്കിൽ സർദാർ KM പണിക്കരുടെ പ്രധാനപ്പെട്ട കൃതികളിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ കേരള സിംഹം ആരുടെ കൃതിയാണെന്നുള്ള രീതിയിലും ചോദിക്കാറുണ്ട്. മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആര് തന്നെയാണ്? സർദാർ KM പണിക്കരാണ്. അതേപോലെ ആദ്യ ഇന്ത്യൻ അംബാസിഡർ, ചൈനയിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ അംബാസിഡർ ആണ് സർദാർ KM പണിക്കർ. രാജ്യസഭാംഗമായ ആദ്യ മലയാളി കൂടിയാണ് സർദാർ KM പണിക്കർ. രാജ്യസഭാംഗമായ ആദ്യ മലയാളി കൂടിയാണ് സർദാർ KM പണിക്കർ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര് തന്നെയാണ്? സർദാർ KM പണിക്കർ തന്നെയാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതും സർദാർ KM പണിക്കർ തന്നെയാണ്. അടുത്തത് PN പണിക്കരെ കുറിച്ച് നമ്മൾക്ക് നോക്കാം. PN പണിക്കരെ കുറിച്ച് പറയുവാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വായനാ ദിനമാണ്. PN പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഒരുപാട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. PN പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ എന്നാണ് വായനാ ദിനം? ജൂൺ 19 വായനാ ദിനം. PC കുട്ടിക്കൃഷ്ണന്റെ തൂലികാനാമമാണ് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യന്. PC കുട്ടിക്കൃഷ്ണന്റെ തൂലികാനാമമാണ് ഉറൂബ്. PC കുട്ടിക്കൃഷ്ണന്റെ തൂലികാനാമമാണ് ഉറൂബ്. അതേപോലെ തന്നെ അദ്ദേഹം മലബാർ കലാപത്തെക്കുറിച്ച് എഴുതിയ ഒരു കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും. PC കുട്ടിക്കൃഷ്ണൻ മലബാർ കലാപത്തെക്കുറിച്ച് എഴുതിയ ഒരു കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും. A. ശ്രീധരമേനോൻ ഒരു ചരിത്രകാരനും അധ്യാപകനും ആയിരുന്നു. A. ശ്രീധരമേനോൻ ഒരു ചരിത്രകാരനും അധ്യാപകനുമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3. ചന്ദ്രയാൻ 2 ദൗത്യത്തിനു നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, K. ശിവൻ. അപ്പോൾ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? 2019 ജൂലൈ 22 ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. എപ്പോഴാണ് വിക്ഷേപിച്ചത്? അത് 2008 നവംബർ 8 ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 ഈ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച സമയത്ത് ISROയുടെ ചെയർമാൻ ആയിരുന്നു K. ശിവൻ. അതേപോലെ തന്നെ ഇന്ത്യയുടെ റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്നത് K. ശിവനാണ്. ഇന്ത്യയുടെ റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്നത് K. ശിവനാണ്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച സമയത്ത് പ്രൊജക്ട് ഡയറക്ടർ വനിതാ മുത്തയ്യയും മിഷൻ ഡയറക്ടർ റിതു കരിതൾ ശ്രീവാസ്തവയും ആയിരുന്നു. അപ്പോൾ റോക്കറ്റ് മാൻ K. ശിവനാണെങ്കിൽ റോക്കറ്റ് വുമൺ ആരാണ്? അത് റിതു കരിതൾ ശ്രീവാസ്തവയാണ്. റോക്കറ്റ് മാൻ K. ശിവനാണെങ്കിൽ റോക്കറ്റ് വുമൺ ആരാണ്? റിതു കരിതൾ ശ്രീവാസ്തവയാണ്. അപ്പോൾ S. സോമനാഥ് ആരാണ്? S. സോമനാഥ് നിലവിൽ നമ്മുടെ ISRO ചെയർമാനാണ് S. സോമനാഥ്. അതായത് ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുമ്പോൾ ISROയുടെ ചെയർമാനായിരുന്നു S. സോമനാഥ്.
പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ നമ്മളുടെ 10ാമത്തെ ISRO ചെയർമാനാണ്, മലയാളിയായ 5ാമത്തെ ചെയർമാനാണ്. എസ് സോമനാഥ് 10ാമത്തെ ISRO ചെയർമാനാണ്, മലയാളിയായ 5ാമത്തെ ചെയർമാനാണ്. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുമ്പോൾ പ്രൊജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ ആയിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 4. ഇന്ത്യയിൽ സമൂഹശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യോളജി എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയാണ്? ബോംബെ യൂണിവേഴ്സിറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 5. വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. വിവരാവകാശ നിയമം നടപ്പിലാക്കുന്നത് 2005 അതേപോലെ തന്നെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഈ വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാൻ അല്ലെങ്കിൽ പ്രയത്നിച്ച സംഘടന ഏതാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. അതേപോലെ തന്നെ വിവരാവകാശ നിയമത്തെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നു. വിവരാവകാശ നിയമത്തെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നു. വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് 2005 ജൂൺ 15 ഇത് പ്രാബല്യത്തിൽ വന്നത് 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം ആദ്യമായി പാസാക്കിയത് ലോകത്തിൽ സ്വീഡനാണ്. ഇന്ത്യയിൽ തമിഴ്നാടാണ്. വിവരാവകാശ നിയമം ആദ്യമായി നടപ്പിലാക്കിയത് ലോകത്തിൽ സ്വീഡനാണ്, ഇന്ത്യയിൽ തമിഴ്നാടാണ്. ഇതിന്റെ അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. അപേക്ഷാ ഫീസ് 10 രൂപയാണ്. ഇനി നമ്മൾക്ക് ആർക്കൊക്കെ അപേക്ഷ സമർപ്പിക്കാം? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ നമ്മൾക്ക് അപേക്ഷ സമർപ്പിക്കാം. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അരവിന്ദ് പനഗരിയ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അരവിന്ദ് പനഗരിയ. അതേപോലെ ഈ ഭാഗത്തു നിന്നും എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, നീതി ആയോഗ് നിലവിൽ വന്നത്. എന്നാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? 2015 ജൂലൈ 1 നീതി ആയോഗ് നിലവിൽ വന്നത്. അപ്പോൾ നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് അരവിന്ദ് പനഗരിയ. എങ്കിൽ നിലവിൽ നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറിയാണ്. നിലവിൽ നീതി ആയോഗിന്റെ ഉപാധ്യക്ഷനാണ് സുമൻ ബെറി. നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹി ആണ്. ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് ടീൻ ഇന്ത്യ എന്നാണ്. നീതി ആയോഗിന്റെ അധ്യക്ഷൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതേപോലെ ഫസ്റ്റ് CEO ആരായിരുന്നു? ഫസ്റ്റ് CEO സിന്ധുശ്രീ കുളർ ആയിരുന്നു. നീതി ആയോഗിന്റെ ഫസ്റ്റ് CEO സിന്ധുശ്രീ കുളർ ആയിരുന്നു. നിലവിൽ BVR സുബ്രഹ്മണ്യമാണ്. നിലവിലെ CEO BVR സുബ്രഹ്മണ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7. ഇന്ത്യയിൽ ചരക്കു സേവന നികുതി അതായത് GST നിലവിൽ വന്നത് എപ്പോൾ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 2017 ജൂലൈ 1. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 1 ജൂലൈ 2017. അതായത് GST എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും വലിയ നികുതിയാണ് GST. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും വലിയ നികുതിയാണ് GST. GSTയുടെ ആർട്ടിക്കിൾ 246A ആണ്. GST ആർട്ടിക്കിൾ 246A ആണ്. ഇതിന്റെ ഭേദഗതി എന്ന് പറയുന്നത് 101 ഭേദഗതിയാണ്. അതായത് ആർട്ടിക്കിൾ 246A പ്രകാരം പാർലമെന്റിനും സംസ്ഥാന നിയമസഭയ്ക്കും അംഗീകാരം നൽകുന്നു. GST ആദ്യമായി പാസാക്കിയ രാജ്യം ഫ്രാൻസ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ആസാമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8. 2019 ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2019 ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാള സാഹിത്യകാരനാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അതായത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് 55ാമത് ജ്ഞാനപീഠം അവാർഡാണ് ലഭിച്ചത്. 55ാമത് ജ്ഞാനപീഠം അവാർഡാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ലഭിച്ചത്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ബലിദർശനം, അന്തിമഹാകാലം,
20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, ഒരു കുല മുന്തിരിങ്ങ, മനസാക്ഷിയുടെ പൂക്കൾ, പഞ്ചവർണ്ണക്കിളി. 2020 56-ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് നീൽമണി ഫൂക്കനാണ്. 2020 56-ാമത് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത് നീൽമണി ഫൂക്കനാണ്. ഇതൊരു അസാമീസ് സാഹിത്യകാരനാണ്. 57-ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് കൊങ്ങിണി സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ദാമോദർ മോസോ. 57-ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ദാമോദർ മോസോയ്ക്കാണ്. ഇദ്ദേഹം കൊങ്ങിണി സാഹിത്യകാരനാണ്. നീൽമണി ഫൂക്കന് ബബിത എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ ആർമലിൻ എന്ന നോവലിന് ദാമോദർ മോസോയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ജ്ഞാനപീഠം കിട്ടിയ ആദ്യ വനിതയാണ് ആശാപൂർണദേവി. 1976-ലാണ് അവാർഡ് ലഭിച്ചത്. ബംഗാളി എഴുത്തുകാരിയാണ്. ഇവരുടെ കൃതിയാണ് പ്രഥം പ്രതിശ്രുതി. അതേപോലെ ജ്ഞാനപീഠം കിട്ടിയത് 6 മലയാളികൾക്കാണ്. ആരൊക്കെയാണ് ജ്ഞാനപീഠം നേടിയ മലയാളികൾ? ആരൊക്കെയാണ്? ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പിന് 1965-ലും, എസ് കെ പൊറ്റക്കാടിന് 1980-ലും, തകഴി ശിവശങ്കരപിള്ളയ്ക്ക് 1984-ലും, എം ഡി വാസുദേവൻ നായർക്ക് 1995-ലും, ONV കുറുപ്പിന് 2007-ലും, അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് 2019-ലും ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 9. ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, നീരജ് ചോപ്ര. അപ്പോൾ ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരമാണ് നീരജ് ചോപ്ര. നീരജ് ചോപ്രയുടെ കായിക ഇനം ഏതാണ്? അത് ജാവലിൻ ത്രോയാണ്. ഇദ്ദേഹം ഹരിയാന സ്വദേശിയാണ്. അതേപോലെ PV സിന്ധു ഒരു ബാഡ്മിൻ്റൺ പ്ലെയർ ആണ്. ഇവരുടെ സ്വദേശം ആന്ധ്രാപ്രദേശാണ്. കർണമല്ലേശ്വരി ഏതിനത്തിലാണ് പങ്കെടുക്കുന്നത്? വെയ്റ്റ് ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഭാരോദ്വഹനമാണ്. ഇവരുടെ സ്വദേശം ആന്ധ്രാപ്രദേശാണ്. അതേപോലെ അഭിനവ് മിത്ര ഒരു ഷൂട്ടിംഗ് താരമാണ്. ഇദ്ദേഹത്തിൻ്റെ സ്വദേശം ഉത്തരാഖണ്ഡാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉണർവ്. അപ്പോൾ ഉണർവ് എന്താണ്? സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഉണർവ്. ഇതിൻ്റെ ഒപ്പം 2-3 പ്രധാനപ്പെട്ട പദ്ധതികൾ കൂടി പറയാം. സമാശ്വാസം. എന്താണ് സമാശ്വാസം പദ്ധതി? വൃക്ക തകരാറ് മൂലം ഡയാലിസിസിന് വിധേയമാകുന്ന BPL രോഗികൾക്ക് പ്രതിമാസം 1100 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്ത്? സമാശ്വാസം. ഇത് നടപ്പിലാക്കുന്നത് സാമൂഹ്യനീതി വകുപ്പാണ്. ഈ മൃതസഞ്ജീവിനി ഒരുപാട് ആവർത്തിച്ച ക്വസ്റ്റ്യൻ ആണ്. മൃതസഞ്ജീവിനി അതായത് അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവിനി. മൃതസഞ്ജീവിനിയുടെ അംബാസിഡർ ആരാണ്? മോഹൻലാൽ ആണ്. വിമുക്തി പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് മോചനവർജന ബോധവൽക്കരണം നടത്തുന്ന പദ്ധതിയാണ് വിമുക്തി. വയോമിത്രമാണെങ്കിൽ 65 വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. ഇത് നടപ്പിലാക്കുന്നത് കേരള സർക്കാരാണ്. ക്വസ്റ്റ്യൻ നമ്പർ 11. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീര സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 3, 4 പ്രസ്താവനകൾ ശരിയാണ്. അതായത് ഡെൽറ്റകൾ കാണപ്പെടുന്നു. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നത് എന്താണ്? പടിഞ്ഞാറൻ തീരമാണ്. പടിഞ്ഞാറൻ തീരമാണ് അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറൻ തീരത്തിന് താരതമ്യേന വീതി കുറവാണ്. പക്ഷേ കിഴക്കൻ തീരത്തിന് താരതമ്യേന വീതി കൂടുതലാണ്. പൂർവ്വതീരത്ത് ധാരാളം ഡെൽറ്റകൾ കാണപ്പെടുന്നുണ്ട്. ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട മണ്ണിനെന്ന് പറയുന്നത് എക്കൽ മണ്ണാണ്. ശരാശരി വീതി 100 കിലോമീറ്റർ വരെയാണ്. അതേപോലെ വടക്ക് കിഴക്കൻ മൺസൂൺ കൂടുതലായി ലഭിക്കുന്നു. ദക്ഷിണേന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ഈ കിഴക്കൻ തീരം തന്നെയാണ്.
ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? കിഴക്കൻ തീരം സ്ഥിതി ചെയ്യുന്നത്. എങ്കിൽ പടിഞ്ഞാറൻ തീരം എവിടെ മുതൽ എവിടെ വരെയാണ് സ്ഥിതി ചെയ്യുന്നത്? റാൻ ഓഫ് കച്ച് മുതൽ, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് പടിഞ്ഞാറൻ തീരം സ്ഥിതി ചെയ്യുന്നത്. ഈ പടിഞ്ഞാറൻ തീരത്ത് ധാരാളം ലഗൂണുകളും അഴിമുഖങ്ങളും ചെങ്കൽ സമതലങ്ങളും ചതുപ്പു നിലങ്ങളും കാണപ്പെടുന്നു. അപ്പോൾ കിഴക്കൻ തീരത്ത് നമ്മൾ പറഞ്ഞു എക്കൽ മണ്ണാണ് കൂടുതലെങ്കിൽ പടിഞ്ഞാറൻ തീരത്ത് ലാറ്ററൈറ്റ് മണ്ണാണ് കൂടുതൽ കാണപ്പെടുന്നത്. വീതി 50 കിലോമീറ്റർ ആണ്. കിഴക്കൻ തീരത്ത് 100 കിലോമീറ്റർ ആണ് വീതി എങ്കിൽ പടിഞ്ഞാറൻ തീരത്തെ വീതി 50 കിലോമീറ്റർ ആണ്. അതേപോലെ ഇവിടെ മഴ ലഭിക്കുന്നത് കൂടുതലായും തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 12. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മൗണ്ട് കെ2. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കെ2. മൗണ്ട് കെ2വിൻ്റെ ഉയരം എത്രയാണ്? 8661 മീറ്റർ ആണ്. മൗണ്ട് കെ2വിൻ്റെ ഉയരം 8661 മീറ്റർ ആണ്. പിന്നെ പ്രധാനമായിട്ടും മൗണ്ട് കെ2വിനെ കുറിച്ച് ചോദിക്കുന്നത് ഇത് ഏത് മലനിരയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. എവിടെയാണ്? കാരക്കോറം മലനിരകളിലാണ് മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? കാരക്കോറം മലനിരകളിലാണ്. എങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അത് മൗണ്ട് എവറസ്റ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം എത്രയാണ്? 8848 മീറ്റർ ആണ്. എങ്കിൽ കാഞ്ചൻജംഗ എന്താണ്? പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിമിലാണ്. അതേപോലെ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് നന്ദാദേവി. നന്ദാദേവി സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 13. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗോദാവരി. താപ്തിയുടെ പ്രത്യേകത എന്താണ്? ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 2 നദികളാണുള്ളത്. അത് ഏതൊക്കെയാണ്? നർമ്മദയും താപ്തിയുമാണ്. പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്ന 2 ഉപദ്വീപീയ നദികളാണുള്ളത്. അത് നർമ്മദയും താപ്തിയുമാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് മഹാനദി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് മഹാനദി. അതേപോലെ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളുണ്ട്. അത് ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാറ്. അപ്പോൾ കാവേരിയുടെ പോഷക നദികളാണ് ഏതൊക്കെ? കബനി, ഭവാനി, പാമ്പാറ്. ക്വസ്റ്റ്യൻ നമ്പർ 14. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി. എന്തുകൊണ്ടാണ് മുംബൈയെ കോട്ടണോപോളിസ് എന്ന് വിളിക്കാൻ കാരണം? ഏറ്റവും കൂടുതൽ പരുത്തി തുണി വ്യവസായങ്ങൾ എവിടെയാണുള്ളത്? മുംബൈയിലാണ്. എങ്കിൽ പരുത്തി ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. പരുത്തി ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. 2-ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്. 2-ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്. നമ്മൾ പഠിക്കാറുണ്ട് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. അതേപോലെ വൈറ്റ് ഗോൾഡ് എന്നറിയപ്പെടുന്നതും പരുത്തി തന്നെയാണ്. വൈറ്റ് ഗോൾഡ് എന്നറിയപ്പെടുന്നതും പരുത്തി തന്നെയാണ്. മുംബൈയിലാണ് ഏറ്റവും കൂടുതൽ പരുത്തി വ്യവസായങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് കോട്ടണോപോളിസ് എന്ന് മുംബൈയെ വിളിക്കുന്നത്. അതായത് പരുത്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഗുജറാത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ പരുത്തി വ്യവസായം നടക്കുന്നത് എവിടെയാണ്? അത് മുംബൈയിലാണ്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അസംസ്കൃത വസ്തുക്കളുടെ സുഗമമായ ലഭ്യത, കുറഞ്ഞ നിരക്കിൽ ഊർജ ലഭ്യത, മുംബൈ തുറമുഖം കേന്ദ്രീകരിച്ചുള്ള കയറ്റു ഇറക്കുമതി പദ്ധതി. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് മുംബൈ പ്രധാന പരുത്തി ഉൽപാദന വ്യവസായ കേന്ദ്രമാകാൻ കാരണം. ക്വസ്റ്റ്യൻ നമ്പർ 15. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയപാത? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ദേശീയ ജലപാത 3. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ദേശീയ ജലപാതയെക്കുറിച്ചുള്ളത്. അപ്പോൾ ദേശീയ ജലപാത 1 ഏതാണ്? അലഹബാദ് ഹാൽഡിയ ആണ് ദേശീയ ജലപാത 1. ഗംഗാ നദിയിലാണ് ദേശീയ ജലപാത 1.
ഇത് അലഹാബാദ് മുതൽ ഹാൽഡിയ വരെയാണ്. അതേപോലെ ദേശീയ ജലപാത 2 എന്ന് പറയുന്നത് സാദിയ ദുബ്രി ആണ്. സാദിയ ദുബ്രി ബ്രഹ്മപുത്ര നദിയിലാണ്. അതേപോലെ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ദേശീയ ജലപാത 3 തന്നെയാണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നതും ദേശീയ ജലപാത 3 തന്നെയാണ്. ഇത് എവിടെ മുതൽ എവിടെ വരെയാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് ദേശീയ ജലപാത 3. നിലവിൽ ഇത് കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട്. എങ്കിലും SCRTയിൽ എങ്ങനെ തന്നെയാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. താങ്ക് യു.